മിഴിയോരം. നമസ്കാരം. മിഴിയോരത്തിൻ്റെ സാരഥി എന്ന സെഗ്മെന്റിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. സാരഥിയിൽ ഇന്ന് അതിഥിയെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഗായികയാണ്. അതായത് നിങ്ങൾക്ക് ടെൻഷനും എല്ലാ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മാറ്റിവെച്ച് അരമണിക്കൂർ നമുക്ക് സംഗീത സാന്ദ്രമായിട്ട് തന്നെ കൊണ്ടുപോകാം. സംഗീതം കൊണ്ട് നിറയ്ക്കാം നമുക്ക് ഇന്നത്തെ ഈ ഒരു അരമണിക്കൂർ. അപ്പോൾ എന്നോടൊപ്പം ഉള്ളൊരു ഗായികയാണെന്ന് ഞാൻ പറഞ്ഞു. എന്നോടൊപ്പം ഉള്ളത് സോണിയാണ്. സോണിയ ഒരു പ്ലേബാക്ക് സിംഗറാണ്. യുഎയിലെ നിരവധി വേദികളിൽ സോണിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം, ഇനിയും കാണുന്നുമുണ്ടാകാം. അപ്പം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് സോണിയാണ്. ഈ ഒരു അരമണിക്കൂർ ഞങ്ങൾ കുറച്ച് പാട്ടുകളും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സോണിയ, നമസ്കാരം. നമസ്കാരം. മിഴിയോരത്തിലേക്ക് സ്വാഗതം. താങ്ക് യു. അപ്പം സോണിയ ഒരു പ്ലേബാക്ക് സിംഗർ ആണെന്ന് ഞാൻ പറഞ്ഞു. നിരവധി വേദികളിൽ പാടുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നാളുകളായിട്ട് സംഗീതവുമായിട്ടാണ് അല്ലേ? തീർച്ചയായും. അപ്പം എത്ര നാളായി പാട്ട് പഠിക്കാൻ തുടങ്ങിയിട്ട്? എനിക്ക് 10 വയസ്സുള്ളപ്പോൾ മുതൽ പാട്ട് പഠിക്കുന്നുണ്ട്. 10 വയസ്സുള്ളപ്പോൾ തൊട്ട് പാട്ട് പഠിച്ചു തുടങ്ങി. എവിടെയാണ്? നാട്ടിലെവിടെയാണ്? നാട്ടിലെ കൊല്ലമാണ്. കൊല്ലത്താണ്. അപ്പൊ അന്ന് തൊട്ട് 10 വയസ്സായപ്പോൾ തൊട്ട് പാട്ട് പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതെ അതെ. അപ്പം വീട്ടിലാരെങ്കിലും പാട്ട് പഠിച്ചവരുണ്ടോ, അല്ലെങ്കിൽ സംഗീതവുമായി ചേർന്ന് നിൽക്കുന്ന ആരെങ്കിലും വീട്ടിലുണ്ടോ? തീർച്ചയായിട്ടും വീട്ടിലാരും പാട്ട് പഠിച്ചിട്ടില്ല. എങ്കിൽ പോലും എൻ്റെ മമ്മി നല്ലൊരു സിംഗറാണ്. നന്നായി പാട്ട് പാടും. അപ്പൊ അമ്മയായിരുന്നു കൂടുതലും സപ്പോർട്ട് തന്നിരുന്നത്. പപ്പയും അതുപോലെ തന്നെ എന്റെ സഹോദരങ്ങളൊക്കെ ഫുൾ സപ്പോർട്ടീവ് ഉണ്ടായിരുന്നു. പഠിച്ചത് എവിടെയാണ്? പഠിച്ചത് ഞാൻ ഡോക്ടർ കെ ഓമനക്കുട്ടിയുടെ അടുത്താണ് പഠിച്ചത്. അപ്പൊ അതിനുശേഷം ഇവിടെ വന്നിട്ട് എത്ര നാളായി? ഇവിടെ വന്നിട്ട് ഇപ്പം 9 വർഷമായി. 9 വർഷമായിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലൊക്കെ പോകുന്നതിന് മുമ്പ് നമുക്കൊരു പാട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്താലോ? അപ്പൊ ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? ഞാനിപ്പോൾ പാടുന്നത് എൻ്റെ ഫേവറേറ്റ് സിംഗറാണ് ജാനകി അമ്മ. ജാനകി അമ്മയുടെ ഇത് ഞങ്ങളുടെ കഥ എന്ന ചിത്രത്തിലെ സ്വർണ്ണമുഖിലെ എന്നുള്ള. ഓക്കെ, നമുക്കതൊന്ന് കേട്ടിട്ട് വരാം. എന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. സ്വർണ്ണമുഖിലെ സ്വർണ്ണമുഖിലെ സ്വപ്നം കാണാറുണ്ടോ നീ? സ്വപ്നം കാണാറുണ്ടോ? കണ്ണുനീർക്കുടം തലയിലേന്തി വിണ്ണിൻ വീഥിയിൽ നടക്കുമ്പോൾ വർണ്ണച്ചിറകുകൾ ചുരുക്കിയൊതുക്കി വസന്തരാത്രിയിൽ മയങ്ങുമ്പോൾ സ്വർണ്ണമുഖിലെ സ്വർണ്ണമുഖിലെ സ്വപ്നം കാണാറുണ്ടോ? വർഷസന്ധ്യ വർഷസന്ധ്യ മാരിവില്ലിൻ വരണമാല്യം തീർക്കുമ്പോൾ മൂകവേദനായി എന്നെപ്പോലെ സ്വർണ്ണമുഖിലെ സ്വർണ്ണമുഖിലെ സ്വപ്നം കാണാറുണ്ടോ നീയും? സ്വപ്നം കാണാറുണ്ടോ?
വർഷസന്ധ്യ വർഷസന്ധ്യ ഭരണമായും തീർക്കുമ്പോൾ മൂകവേദനായി എന്തിനായി നീ മൂടി വയ്പ്പോ ജീവനിൽ ജീവനിൽ സ്വർണ്ണമുഖിലേ 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 സ്വപ്നം കാണാറുണ്ടോ നീയും സ്വപ്നം കാണാറുണ്ടോ കണ്ണുനീർക്കുടം തലയിലേന്തി വിണ്ണിൻ വീഥിയിൽ നടക്കുമ്പോൾ വന്ന ചിറകുകൾ ചുരുക്കിയൊരുക്കി വസന്തരാത്രിയിൽ മയങ്ങുമ്പോൾ സ്വർണ്ണമുഖിലേ സ്വർണ്ണമുഖിലേ സ്വപ്നം കാണാറുണ്ടോ? നന്നായി തന്നെ പാടി. ഫേവറേറ്റ് സിംഗർ ആരാണ്? എൻ്റെ ഫേവറേറ്റ് സിംഗർ അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരാളില്ല. എനിക്ക് ജാനകിയമ്മേനെയും ചിത്രയിച്ചയും അതുപോലെ തന്നെ ആശാജി, ലതാജി എല്ലാവരെയൊക്കെ ഞാൻ ആരാധിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്. ഏത് ടൈപ്പ് സോങ്സിനോടാണ് താല്പര്യം? ചിലർക്ക് മെലഡി സോങ്സിനോടായിരിക്കും, ചിലർക്ക് ഫാസ്റ്റ് നമ്പേഴ്സിനോടായിരിക്കും. എന്നാലും ഏത് ടൈപ്പ് കൂടുതൽ കേൾക്കാനും പാടാനും ഇഷ്ടം? ഏത് ടൈപ്പ്? അല്ല, ഞാൻ പൊതുവെ എല്ലാം ട്രൈ ചെയ്യുന്ന കൂട്ടത്തിലാണ്. ഞാൻ മെലഡീസും സെമി ക്ലാസിക്കലും ഫാസ്റ്റും എല്ലാം തീർച്ചയായിട്ടും അങ്ങനെ നോക്കാറുണ്ട്. നമ്മൾ ഈ സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അപ്പൊ എന്നാലും എല്ലാവരും ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള ഏത് ടൈപ്പ് സോങ്സ് ആണ് സോണിയയുടെ നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട്? കൂടുതലും ഈ മെലഡി സോങ്സ് ആണ് എങ്കിൽ പോലും പിന്നെ ടോൺ ചേഞ്ച് ചെയ്ത് അത്യാവശ്യം പാടാൻ പറ്റുന്നത് കൊണ്ട് ഇത് ഫാസ്റ്റ് നമ്പേഴ്സ് ആപ്റ്റാന്ന് പറയുന്നുണ്ട്. അതെ. അപ്പൊ ഇപ്പൊ നമ്മുടെ നാട്ടിൽ നമ്മൾ പാട്ട് പഠിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. 10 വയസ്സായപ്പോ തൊട്ട് പാട്ട് പഠിച്ചു തുടങ്ങിയെന്നും പറഞ്ഞു. അപ്പൊ അന്ന് തൊട്ടേ കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? ഞാൻ സ്കൂൾ ലെവൽ മുതൽ സ്റ്റേറ്റിൽ വിന്നറായിരുന്നു. പിന്നെ കോളേജിൽ വന്നപ്പോൾ 4 വർഷം യൂണിവേഴ്സിറ്റി വിന്നറായിരുന്നു. 2 പ്രാവശ്യം ഇന്റർ യൂണിവേഴ്സിറ്റി വിന്നറായിരുന്നു. അപ്പൊ അന്ന് തൊട്ടേ കോമ്പറ്റീഷനിലൊക്കെ ഉണ്ട്, പാടുന്നുണ്ട് വേദികളിലായിട്ട്. ഇനി എങ്ങനെയാണ് ഫിലിമിലേക്ക് വന്നത്? ഞാൻ പറഞ്ഞു പ്ലേ ബാക്ക് സിംഗർ ആണെന്ന് ഞാൻ പറഞ്ഞു. എങ്ങനെയാണ് ഫിലിമിലേക്കുള്ളൊരു എൻട്രി കിട്ടിയത്? ഫിലിമിലേക്ക് ഞാൻ 13ാമത്തെ വയസ്സിൽ രാജാ സാറിന്റെ വർക്കിലാണ് ദൈവാനുഗ്രഹം കൊണ്ട് ആദ്യമായി പാടുന്നത്. 13ാമത്തെ വയസ്സിൽ? അതെ അതെ. പിന്നെ അത് മദ്രാസിൽ വെച്ചായിരുന്നു റെക്കോർഡിങ്. അത് പത്രത്തിലൊരു ആഡ് വന്നു, ഇങ്ങനെ സിംഗേഴ്സിന് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്തു. അങ്ങനെ പപ്പ വെറുതെ കൊടുത്തു നോക്കിയത്, ഒരു കാസറ്റ് അയച്ചു നോക്കി. അന്നത്തെ കാലത്ത് കാസറ്റ് അത് അയച്ചു കൊടുത്തു, വിളിച്ചു, പാടി. എനിക്ക് പുള്ളിയുടെ മുമ്പിൽ എനിക്ക് പാടാൻ സാധിച്ചു. അത് തീർച്ചയായിട്ടും ഇന്നും വളരെ സന്തോഷത്തോടുകൂടി എല്ലാവരോടും പറയാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണത്. ഇനി നമുക്ക് ആ ഒരു ഗാനം ഏതാണെന്നൂടെ പറയാം. അതെ, ഞാൻ ഗുരുവില് പാടിയത് പിന്നെ ഗുരുചരണം എന്ന് തുടങ്ങുന്ന പാട്ടാണ്. നമുക്ക് അതിലൊരു 4 വരി ഒന്ന് പാടി. തീർച്ചയായിട്ടും. എന്തായാലും നമുക്ക് ഫിലിമിലേക്കുള്ള ഒരു എൻട്രി അതായിരുന്നു അല്ലെ? ആദ്യമായിട്ട് പാടിയത് ആ ഒരു പാട്ടാണ്. അപ്പൊ അത് നമുക്കൊന്ന് പ്രേക്ഷകരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. പാടാം. ഗുരുചരണം ശരണം നാഥ തിരുവടി ശരണം. ഗുരുചരണം ശരണം നാഥ തിരുവടി ശരണം. പരമാണുവിലും നിറയും ഉയിരിൻ പൊരുളേ ശരണം. കരുണാമയ ഗുരുവരനേ ശരണം ശരണം ശരണം. ആകാശമാം മൗനമേ മന്ത്രമേ. എന്നാലും ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? നമുക്കൊരു ചെറിയ പ്രായമാണ്, 13ാമത്തെ വയസ്സിലാണ് അത് പാടി. അപ്പൊ ആ ഒരു ബിഗ് സ്ക്രീനിൽ ആ സ്വന്തം ശബ്ദം കേട്ടപ്പം എന്തായിരുന്നു? അതില് ആക്ച്വലി പാടുമ്പോൾ ഉണ്ടായ വിഷമം എന്ന് വെച്ചാൽ അന്ന് ആ പേര് വന്നില്ല എന്നൊരു വിഷമം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അത് ആ കുഞ്ഞുനാളില് ഒരു തോന്നിയ ഫീലിങ്സ് ആണ്. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം എനിക്കത്
പേര് വരുന്നതിലുപരി പുള്ളിയുടെ മുമ്പിൽ എനിക്ക് പാടാൻ പറ്റി. അത് തന്നെയാണ് നല്ലൊരു ഗാനം. അതെ, തീർച്ചയായിട്ടും. അന്നാണ് ആദ്യമായി ലാലേട്ടനെ കണ്ടത്. അപ്പൊ ആ ഒരു അനുഭവം സന്തോഷമാണല്ലേ, മറക്കാൻ പറ്റാത്തത് തന്നെയാണ്. ആര് ചോദിച്ചാലും ഞാൻ അത് തന്നെയാണ് ആദ്യം പറയുന്നത്. അപ്പം പിന്നെ ഏതൊക്കെ ഭാഷകളിലെ പാട്ടുകൾ, ഇപ്പം ഹിന്ദി ഇഷ്ടമാണോ, മലയാളം പാട്ടുകൾ മാത്രമാണോ പാടുന്നത്, എങ്ങനെയാണ്? അല്ല, ഞാൻ പൊതുവെ ഹിന്ദി, മലയാളം, തമിഴ്, അറബിക്, ബംഗാളി, പാകിസ്ഥാനി കുറച്ചേറെ ഭാഷകൾ പാടുന്നുണ്ട്. അതെ അതെ. അല്ല, ഇനി നമുക്ക് ഏതാണ്, ഹിന്ദിയിലോട്ടാണോ പോകുന്നത്, ബംഗാളിലോട്ടാണോ പോകുന്നത്, ഏതിലാണ്? അല്ല, അത് തീർച്ചയായിട്ടും എനിക്ക് ഹിന്ദി പാടാം. ഹിന്ദി ട്രാക്കോട് കൂടി നമുക്കൊരു ഹിന്ദി സോങ് പാടാം. ഏതാണ്, ഏത് പാട്ടാണ്? ഞാൻ ഇതിപ്പോ പാടാൻ പോണത് ലതാജിയുടെ ലഗജാഗലെ. സോണിയ വന്ന് സോണിയും കൊണ്ട് ഞാൻ പാട്ടുകൾ മാത്രം പാടിച്ചുകൊണ്ടിരിക്കും. സോണിയുടെ വിശേഷങ്ങളൊന്നും ചോദിച്ചില്ല. കാണുന്ന പ്രേക്ഷകർ പക്ഷെ സംശയിക്കും ഞാൻ എന്തുകൊണ്ട് കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കുന്നില്ലെന്ന്. എനിക്കൊരു ഗായികയെ കൈ കിട്ടുമ്പോൾ കൂടുതലും നമുക്ക് പാട്ടുകൾ കേൾക്കാൻ, പാട്ടുകൾ ആസ്വദിക്കുന്നവരാണ് കൂടുതൽ ആൾക്കാരും, അല്ലെ? പാട്ട് ഈ ഒരു ടെൻഷനുള്ള ഒരു സമയത്ത് പാട്ട് കേട്ടിരിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. അതുപോലെ പാട്ട് പാടാൻ കഴിവ് കിട്ടുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ്.
അല്ലേ? അപ്പം അത്രയും ഭാഗ്യമുള്ള ഒരാളെ നമുക്ക് എൻ്റെ അതിഥിയായി ലഭിക്കുമ്പോൾ കൂടുതലും പാട്ടുകളാണല്ലോ നമ്മൾ കേൾപ്പിച്ചു കൊടുക്കണം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പാട്ട് കൂടുതൽ പാടാനായിട്ട് പറയുന്നത്. ഇനി നമുക്ക് ഫാമിലിയിലേക്കൊന്ന് വരാം. ആരൊക്കെയുണ്ട് ഫാമിലിയിൽ? ഇവിടെ ആരൊക്കെയുണ്ട്? ഇവിടെ എൻ്റെ ഹസ്ബൻഡും 2 കുട്ടികളുണ്ട്. എങ്ങനെയാണ് ഹസ്ബൻഡ് സപ്പോർട്ടും? ശരിക്കും സപ്പോർട്ട് ഇല്ലെങ്കിൽ വരാൻ സാധിക്കത്തില്ല. ഒരിക്കലും ഇല്ല. ഹസ്ബൻഡാണ്. ഞാനിപ്പം പഠിക്കുന്ന കാര്യങ്ങൾ പോലും പുള്ളിയാണ് എന്നെ കൊണ്ടെല്ലാം ചെയ്യിക്കുന്നത്. ഞാനിപ്പം ഒരു മോനിപ്പം അടുത്തായിട്ടേ ഉള്ളൂ. അപ്പോഴും ഞാനൊന്നും പഠിച്ചെങ്കിൽ പോലും പുള്ളിയോട് അതെ തീർച്ചയായിട്ടും പാടണം പോകണം. അതുപോലെ തന്നെ ഇപ്പം അതർ ലാംഗ്വേജസിന്റെ കാര്യം പറഞ്ഞു. പുള്ളി എന്നെ പോലെ തന്നെ എന്നെക്കാൾ നല്ലൊരു സിംഗറാണ്. എല്ലാ ലാംഗ്വേജിലും പാടും. ഒരു ദിവസം നമുക്കൊന്ന് അതിഥിയായി കൊണ്ടുവരണം. എല്ലാ ലാംഗ്വേജും പാടാറുണ്ട്. ഒരു മിമിക്രി ആർട്ടിസ്റ്റ് കൂടെയാണ്. അപ്പം പുള്ളിയാണ് എന്നെ ഈ അതർ ലാംഗ്വേജസ് ഒക്കെ പഠിപ്പിച്ച് തരുന്നത്. അങ്ങനെയാണ് ഒരു ഇൻട്രസ്റ്റ് വന്നത്. അപ്പം നേരത്തെ വേറെ ഭാഷകൾ പാടാറുണ്ടായിരുന്നു? പാടാൻ ട്രൈ ചെയ്യുമായിരുന്നു. എങ്കിൽ പോലും എനിക്ക് നമ്മള് മലയാളം ഹിന്ദി പോലെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ലല്ലോ ആ ലാംഗ്വേജ് ഒക്കെ. ഇപ്പോഴും പുള്ളി അറബി ബംഗാളിയൊക്കെ അത്യാവശ്യം അറിയാവുന്നത് കൊണ്ട് പറഞ്ഞു തരും. ലിറിക്സ് ഒക്കെ കറക്റ്റ് ചെയ്ത് പഠിപ്പിച്ചു തരും. അപ്പം ശരിക്കും സപ്പോർട്ടീവ് ആണ്. തീർച്ചയായും. ശരിക്കും എനിക്ക് കാണാം. ഇപ്പം ഇവിടെ തന്നെ സ്റ്റുഡിയോയിലുണ്ട്, കുഞ്ഞുമായിട്ട് ഇവിടെ നിൽപ്പുണ്ട്. ശരിക്കും ഒരു കൊച്ചു കുഞ്ഞാണുള്ളത്. അപ്പൊ ആ കുഞ്ഞിനെ വെച്ചുകൊണ്ട് ഇങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ ശരിക്കും ഫാമിലിയുടെ ഒരു സപ്പോർട്ട് വേണം. അപ്പം ശരിക്കും അത് ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പം ശരിക്കും ഇവിടെ എങ്ങനെയാണ്? പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്, നാട്ടിൽ പല പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. ഇവിടെ ഞാൻ വർക്ക് ചെയ്യുന്നു. അതോടൊപ്പം വീക്കെൻഡിൽ ഷോസും ചെയ്യുന്നുണ്ട്. എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ വർക്ക് ചെയ്യുന്നത് ഇവിടെ ബിസിനസ് സെറ്റപ്പ് കമ്പനിയിലാണ്. ഫാസ്റ്റ് ബിസിനസ്സിലാണ്. അതെ, കിസേസിലാണ്. ഓക്കെ. അപ്പോൾ ഇനി പ്രോഗ്രാംസ് എങ്ങനെയാണ്? പ്രോഗ്രാംസ് വീക്കെൻഡ്സിൽ എസ്പെഷ്യലി ഫ്രൈഡേയ്സ്, ഓൾമോസ്റ്റ് എല്ലാ ഫ്രൈഡേയ്സും സഹായിച്ച് എൻഗേജ്ഡ് ആണ്. പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഗ്രൂപ്പുകളുണ്ടല്ലോ നമുക്ക് മ്യൂസിക്. അതെ, തീർച്ചയായിട്ടും. ഞാനിന്ന് ഇവിടെ എത്തിയത് തന്നെ ഒരു ഗ്രൂപ്പിന്റെ സഹായത്തോടു കൂടിയാണ്. മലയാളം മ്യൂസിക് ക്ലബ്ബ് MMC. താങ്ക് യു സോ മച്ച്. അവർക്ക് ഞാൻ സജസ്റ്റ് ബിനുവിനോടും സജീഡിനോടും ബിഗ് താങ്ക്സ്. ലക്ഷ്മിയുടെ ഒരു ഹായ് പറഞ്ഞേക്ക്. അവരെല്ലാരും ഇപ്പം എനിക്ക് ഉറപ്പുണ്ട് അവരെല്ലാരും ടിവിയുടെ മുമ്പിൽ തന്നെ ഉണ്ടാവും. എനിക്ക് നിരവധി പ്രേക്ഷകർ നമ്മളെ വിളിക്കുന്നുമുണ്ട്. നമുക്കൊരു ഈ ഒരു എപ്പിസോഡിൽ പാട്ടുകൾ കൊണ്ട് നടക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് നമ്മൾ കോൾസ് ഒന്നും എടുക്കാത്തത്. അതോടൊപ്പം തന്നെ വേറൊരു ഫിലിം ഇവന്റ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. അത് കൂടുതലും സംവിധായകന്മാരും അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഇത് രണ്ടിലേ ഉള്ളൂ ഞാനിപ്പോ സജീവമായി നിൽക്കുന്നത്. അപ്പൊ നമ്മൾ അതിനകത്ത് പാട്ടുകളൊക്കെ പാടിയിട്ട് ആ ഗ്രൂപ്പിൽ ഇട്ട് കൊടുക്കാറുണ്ടോ? എങ്ങനെയാണ്? അതെ, ഇപ്പൊ ഫിലിം ഈവന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ ഗ്രൂപ്പിൽ നമ്മൾ കുറച്ച് സീനിയേഴ്സ് ആയിട്ടുള്ള മീൻസ് ഇപ്പൊ സംവിധായകന്മാരെന്ന് പറയുമ്പോൾ അറിയാലോ, നമ്മള് അങ്ങനെ ഒരു കുറച്ച് ആൾക്കാരുള്ള ഒരു ഗ്രൂപ്പാണത്. അതുപോലെ തന്നെ MMCയിലാണ് ഞാൻ ആദ്യമായി ജോയിൻ ചെയ്യുന്നത്. മലയാളം മ്യൂസിക് ക്ലബ്ബിലാണ്. ഒത്തിരി സിംഗേഴ്സ് ഉണ്ട്. അവരെല്ലാരും നല്ല ആക്റ്റീവാണ്. സിംഗേഴ്സ് ഉണ്ട്, എഴുത്തുകാരുണ്ട്, എല്ലാവരും വർക്ക് ചെയ്യുന്നവരാണ്. എങ്കിൽ പോലും അവർ ഫുൾ ടൈം അതിൽ ആക്റ്റീവ് ആയിട്ടുള്ളത്. പിന്നെ ഇതിൽ ഫിലിമിൽ പാടി പിന്നെ ആൽബം സോങ്സ് പാടി. ഞാൻ നാട്ടിൽ വെച്ചാണ് ആൽബംസ് ഒക്കെ ചെയ്തത്. ഡിവോഷണൽ ആൽബം ആയിരുന്നല്ലേ? അതെ, ഡിവോഷണൽ ആൽബം. പിന്നെ ഗുരു കഴിഞ്ഞിട്ടുള്ള വർക്ക് പിന്നെ ഫിലിം ആയിരുന്നു. ഞാൻ പിന്നെ രാജൻ ബി ദേവ്സാറിന്റെ ഒരു ഫിലിം ചെയ്തു. അത് അച്ഛൻ്റെ കൊച്ചുമോൾ എന്ന് പറയുന്ന ഫിലിം. അതിലൊരു ഫുൾ സോങ് ഉണ്ടായിരുന്നു ഇന്ദ്രജയ്ക്ക് വേണ്ടി. അത് കഴിഞ്ഞ് ലാസ്റ്റ് ചെയ്തത് ക്ലാസ്മേറ്റ്സിൽ കാത്തിരുന്ന പെണ്ണല്ലേ, അല്ല ടോൺ ചേഞ്ച് വേർഷനാണ് ഞാൻ പാടിയിരിക്കുന്നത്. നമുക്കതൊന്ന് കേട്ടാലോ? തീർച്ചയായിട്ടും. ക്ലാസ്മേറ്റ്സിലെ അല്ലേ? അതെ. ഹരിരാമ രാജകഥ പാടി വന്നൊരു പൊന്നു പൈങ്കിളി പെണ്ണല്ലേ, ഹരിരാമ രാജകഥ പാടി വന്നൊരു പൊന്നു പൈങ്കിളി പെണ്ണല്ലേ. അതിനുശേഷം അതിന്റെ അനുപല്ലവി പോർഷനിലുണ്ട്. മനോഹരി രാധേ രാധേ മുരാരി എന്നെവിടെ പെണ്ണ്, പിണങ്ങിയോ കണ്ണൻ കണ്ണേ പിണങ്ങുവാൻ ചെല്ല് ചെല്ല്, മുകുന്ദന്റെ ഓമൽ ചുണ്ടിൽ മുളം തണ്ട് മൂളി പൊന്നേ, മനസ്സിന്റെ ഉറികളിൽ ഊറിയ സുഗനവനീതം പകരാനില്ല്. ശരിക്കും ഇപ്പൊ ഈ ടോൺ മാറി പാടിയപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു സംശയം, നഷ്ടം തോന്നിയ ഏതെങ്കിലും ഒരു നിമിഷം ഉണ്ടോ ഈ ഒരു സംഗീത ജീവിതത്തിൽ നഷ്ടം തോന്നിയത്? അതെ, ഞാൻ ഈ ക്ലാസ്മേറ്റ്സിൽ പിന്നെ അലക്സ് പോൾ സാറിന്റെ മ്യൂസിക് ആയിരുന്നു ക്ലാസ്മേറ്റ്സ്.
അതിനുശേഷം ഈ ടോൺ ചേഞ്ച് ചെയ്ത് പാടിയിരിക്കുന്നത് കൊണ്ട് തന്നെ ലാൽജോ സാർ ഡയറക്റ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അലക്സ് പോൾ സാറിന്റെ റെക്കമെൻഡേഷനിൽ തന്നെ വിളിച്ചതാണ് പുള്ളി. മുല്ലയുടെ വർക്കിനായിട്ടാണ് ആറുമുഖൻ എന്നുള്ള സോങ്ങിന് വേണ്ടി. പക്ഷെ എനിക്ക് ഒരു പക്ഷേ ഭാഗ്യം കൂടിപ്പോയത് കൊണ്ടാവാം എനിക്ക് അത് നഷ്ടപ്പെട്ടു. എനിക്ക് സമയത്ത് എത്താൻ പറ്റിയില്ല. അത് മദ്രാസിൽ എത്തണമെന്ന് പറഞ്ഞു, എനിക്ക് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. അതില് ഒരു 4 വരി മുഴുന്നോ ഓർക്കുന്നോ? നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ ഒന്ന് നികത്താം നമുക്ക്. അതെ 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 തീർച്ചയായിട്ടും. ആറുമുഖൻ മുന്നിൽ ചെന്ന് കാവടിയൊന്നാട്, മുരുകന്റെ പുകൾ പാട്, ഉള്ളിലാളു മുഖം മൂട്, വള്ളിനാഥൻ തരും കാരുണ്യത്തിൻ പഞ്ചാമൃതം തേട്. തന്നന്നാദിന 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 തന്നാനേ തന്നന്നാദിന തന്നാനേ തന്നന്നാദിന 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 തന്നാനേ. 5-ാം മുഖം തൊഴുവാൻ വനി കടന്നൊരു തിരുനടയിൽ ഇളക്കം മങ്ങിയൊരാഴിമങ്കയും പതക്കം പോയൊരു സൂര്യദേവനും ഒന്നായൊന്നൊരു തുമ്പമോചനമേറ്റുവാങ്ങിയ സന്നിധി ഞാനിന്ന് പൂകവേ. വള്ളിനാഥന്റെ പളനിക്കുന്നിലെ 3-ാം സോപാനം ഇന്നെനിക്ക്. സോറി, ലിറിക്സ് എനിക്ക് അങ്ങനെ പെട്ടെന്നായതുകൊണ്ട് കുറച്ച് മിസ്റ്റേക്ക് വന്നു. സാരമില്ല, കുഴപ്പമില്ല, അതൊക്കെ നമ്മുടെ പ്രേക്ഷകർ ക്ഷമിക്കുന്നതായിരിക്കും. അപ്പൊ ഇനി നമുക്ക് ഒരു പാട്ടും കൂടെ, ഒരു ഫുൾ സോങ് കൂടെ കരോക്കെ വെച്ച് പാടാനുള്ള സമയമുണ്ട്. അത് ഏത് പാട്ടാണ് പാടുന്നത്? ഇവരെയൊക്കെ പോലെ തന്നെ നമ്മുടെ വാനമ്പാടിയുടെ പാട്ട് ഞാൻ ഇതൊരു പാടി, ചിത്രേച്ചിയുടെ പുന്നക്കൈ മന്നലിലെ വാൻമേഘം എന്നുള്ള സോങ് നമുക്ക് കേൾക്കാം. ഓക്കെ. കരോക്കെ വെച്ചല്ലേ നമ്മള് ഫുൾ സോങ് കരോക്കെ വെച്ചാണ് പാടുന്നത്. ഇതൊരു ചെറിയ ടെക്നിക്കൽ പ്രശ്നം വന്നിരിക്കും. നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് തന്നെ പോകാം. അതിനുശേഷം നമുക്ക് ആ ഒരു പാട്ടിലേക്ക് പോകാം. ഇനി അപ്കമിങ് പ്രോജക്ട്സ് എന്തൊക്കെയാണ്? ഇപ്പം 2 ആൽബത്തിന്റെ വന്നിട്ടുണ്ട്, 2 പ്രോജക്ട്സ് വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പം ഒരു പാട്ട് ഓൾറെഡി ഒന്ന് പാടി വെച്ചിട്ടുണ്ട്. അത് പുറത്താക്കാൻ പറ്റില്ല, അല്ല ഒരു ഫിലിമിന്റെ വർക്കിന് വേണ്ടി എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഉറപ്പല്ല, ഓരോരുത്തരുടെ അനുസരിച്ച്. അപ്പൊ അങ്ങനെ 2 എണ്ണമാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. അത് അതിന്റെ റെക്കോർഡിംഗ് ശരിക്കും എവിടെ വെച്ചായിരുന്നു? ഇവിടെ കിസേസിൽ തന്നെ. ഓക്കെ, നമുക്ക് ആ പാട്ടിലേക്ക് തന്നെ പോയാലോ.
முத்துக்கள் சிந்தி வாழ்வு வென்றது, காதல் வென்றது. மேகம் வந்தது, பூக்கள் சிந்தது, ஆழமில்லை சேர்த்தெடுக்க முழுமில்லை கோர்த்தெடுக்கவா. மேகம் பூவாய் தூகும், தேகம் இன்னவாகும், இன்பமாக സോണിയ, നമുക്കിപ്പോൾ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കണം. അപ്പോൾ ശരിക്കും ഒരു അരമണിക്കൂർ സംഗീതം കൊണ്ട് സമ്പന്നമാക്കി നമ്മുടെ പ്രേക്ഷകരുടെ സ്വീകരണ മുറികളെ സംഗീതം കൊണ്ട് സമ്പന്നമാക്കാൻ സാധിച്ചു. അപ്പോൾ അതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു ലക്ഷ്മി. അപ്പം ഇനി സോണിക്ക് നല്ല നല്ല വേദികൾ കിട്ടട്ടെ, അതുപോലെ ഫിലിമിലും ആൽബത്തിലും ഒക്കെ സോണിയുടെ ശബ്ദം നിറഞ്ഞു നിൽക്കട്ടെ. ഇന്ന് സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് എന്താണെന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ കേട്ടോ. അതുകൊണ്ട് പ്രേക്ഷകർക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ സ്വീകരണ മുറികൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സമ്പന്നമാക്കാൻ സാധിച്ചു എന്ന വിശ്വാസത്തോടെ അടുത്ത ദിവസം മറ്റൊരു അതിഥിയുമായി കാണും വരേക്കും നന്ദി, നമസ്കാരം. ഹരിരാമ രാജകഥ പാടി വന്നൊരു പൊന്നു